എങ്ങനെയുണ്ട് ഫീലിംഗ്? ജെയ് അഡ്വാൻസ് ഒക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരീക്ഷയല്ലേ? വലിയ പ്രഷറൊന്നും തോന്നിയില്ലേ? മാരത്തോൺ കഴിഞ്ഞു. ജെയ് അഡ്വാൻസിന് ഒന്നാമത്തെ മാത്സ് ചോദ്യം ഫോർമുല ആയിരുന്നു. ഇത്തവണ അങ്ങനെ അതെ, ഫോർമുല ബേസ് എന്ന് പറഞ്ഞാല് വെറും ഫോർമുല അല്ല, റിവാർഡ് ചെയ്യുന്ന പേപ്പർ. നമ്മളിങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ നിന്ന് അയ്യോ ഞാൻ 12 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തില്ല. ഹലോ, എൻ്റെ പേര് പരമേഷ് KV. ലക്ഷങ്ങളോളം കുട്ടികളെ പോലെ IIT സ്വപ്നം കാണുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എന്തായാലും ആ ലക്ഷങ്ങളോളം കുട്ടികൾക്ക് കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ IIT പോകുന്നവരെ അടുത്ത് അല്ലേ? അപ്പോൾ അവരുടെ കുറച്ച് ഡൗട്ടുകൾ എൻ്റെയും, ഞാൻ നമ്മുടെ സൈലം സ്കൂളുകളിൽ പഠിച്ച് IIT മദ്രാസിലേക്ക് IIT ബോംബെയിലേക്ക് പോകാൻ പോകുന്ന ഗ്ലെന്നിനോടും IIT മദ്രാസിലേക്ക് പോകുന്ന അനുവിനോടും ഞാനിന്ന് ചോദിക്കാൻ പോവാണ്. സോ എങ്ങനെയുണ്ട് ഫീലിംഗ്? ജെയ് അഡ്വാൻസ് ഒക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരീക്ഷയല്ലേ? അതൊന്ന് കഴിഞ്ഞു കിട്ടേണ്ട ഒരു സുഖം. 2 കൊല്ലത്തെ മാരത്തോൺ കഴിഞ്ഞു. 2 കൊല്ലത്തെ കാത്തിരിപ്പ് പറഞ്ഞ പോലെ മാരത്തൺ ലോങ് ആണ്. അത് കഴിഞ്ഞു, അതിന്റെ ഒരു സന്തോഷമുണ്ട്. എക്സാം കഴിഞ്ഞപ്പോ ശരിക്കും ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു 6 hours ആ ഒരു അങ്ങനത്തെ വലിയ പ്രഷർ ഒന്നും തോന്നിയില്ല. എക്സാം കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ ഹാപ്പിയർ ആയിരുന്നു. മിക്കവരും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചവരൊക്കെ ലേറ്റ്. പിന്നെ വീട്ടില് ഫാമിലി, നാട്ടുകാർ ഇവരെല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ? നാട്ടിലൊക്കെ ആദ്യത്തെ IITians അല്ല, ചേച്ചിയുടെ നാട്ടില് ഒരാളും കൂടി ഉണ്ടല്ലേ? ഒരു നല്ലൊരു ഫീലിംഗ്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ജെയ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ വളരെ ടയർസം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂറൊക്കെ കടന്നുറങ്ങുക? ഞാനൊരു 6 മണിക്കൂർ കുറവ് ഉറങ്ങാറില്ല. 6 മണിക്കൂർ ഏതായാലും ഉറങ്ങും. അത് എൻ്റെ ഒരു ഇതുപോലെയാണ്. ക്ലാസ്സിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാനും ഉള്ള സമയം മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. 6 മണിക്കൂറാണ് ഒരു സെറ്റ് ടൈം പോലെ. എനിക്ക് 6 മണിക്കൂറെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് ഞാനായിട്ട് കൊണ്ടുപോയി മെസ്സപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോർഷനും ഇതൊക്കെ ആയിപ്പോൾ വർക്ക് ലോഡൊക്കെ കൂടിയപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ആദ്യമൊന്നും പ്രശ്നമില്ലായിരുന്നു 4 എന്നൊക്കെ പോയപ്പോൾ. പിന്നെ മനസ്സിലായി ശരിയല്ല, അത് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അടുത്തേക്ക് മേ ബി ഒരു ദിവസം 2 ദിവസം ഉറങ്ങാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നില്ലായിരിക്കും. പക്ഷെ കുറേ നാളൊക്കെ ഉറക്കുളച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ പേഴ്സണലി എനിക്ക് നിന്നോട് പറയാനുള്ള മെയിൻ അഡ്വൈസ് അത് തന്നെയാണ്, ഉറക്കം വിട്ട് കളിക്കേണ്ട. മിനിമം ഒരു 6 hours ഉറങ്ങണം എന്തായാലും. ഉറക്കവും ഹെൽത്ത് റിലേറ്റഡ് ആയ കാര്യങ്ങൾ, അസുഖങ്ങൾ ഒഴിവാക്കി വിടരുത്. ഇത് ഫുഡൊക്കെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാത്തവരൊക്കെ ഉണ്ട്. ഡെയിലി റുട്ടീൻസ് ഒക്കെ നോർമലായിട്ട് തന്നെ പോവാം. മീ പേഴ്സണലി ഞാനൊക്കെ ഒരു 5.5 മണിക്കൂർ, ചിലപ്പോൾ 4.5, ചിലപ്പോൾ 2 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. എൻ്റെ സ്ലീപ്പ് സ്കെഡ്യൂൾ മൊത്തം എന്തോ പോലെയാണ്. കാര്യം അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ചില കൂട്ടുകാരൊക്കെ ഉണ്ടാവും അങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നത്. അപ്പം നമുക്കൊരു ഇത് തോന്നില്ലേ, ഇനിയിപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു തോന്നുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂട്ടുകാരനൊക്കെ എക്സാമിൻ്റെ തലേന്നാളൊക്കെ 1 മണിക്കൂർ കിടന്നുറങ്ങുക. അവൻ്റെ ഒക്കെ കാര്യം ഒന്ന് ചിന്തിച്ചു. നിങ്ങളുടെ ബാച്ചിലൊക്കെ വലിയൊരു ഉണ്ടായിരുന്നോ? പിന്നെ പിന്നെ ഓരോരുത്തരുടെ നേച്ചർ ഡിഫറെന്റ്, ബോഡി നേച്ചർ ഡിഫറെന്റ്. അവരെ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് പറ്റണമെന്നില്ലല്ലോ. നമുക്ക് പറ്റിയത് ചെയ്യണം. ശരിയാ. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ആവറേജ് ഞാൻ ക്ലാസ്സിൽ ഇപ്പം ഇങ്ങനെ റിട്ടൻഷനൊക്കെ എനിക്ക് അത്യാവശ്യം കുറവാണ്. ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന ദിവസങ്ങളിൽ മോസ്റ്റ്ലി ഞാൻ ഉറങ്ങി പോവുകയും ചെയ്യും. അത് പിന്നെ സ്വാഭാവികം. പിന്നെ ഈ IITൻ്റെ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ട്രാറ്റജികൾ ഉണ്ടല്ലോ. നിങ്ങൾ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താണ്? കൂടുതലും ക്വസ്റ്റ്യൻ സോൾവിങ് ആയിരുന്നു എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയ സ്ട്രാറ്റജി. അത് തന്നെയായിരുന്നു. PYQ മെയിൻസിനൊക്കെ ശരിക്കും PYQ എക്സ്റ്റൻസ് ഇതായിട്ട് തന്നെ ചെയ്തു പോവുക. ഫുൾ PYQ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തു പോയി മെയിൻസിന്. അഡ്വാൻസ്ഡിൻ്റെ കാര്യം PYQ റിപ്പീറ്റ് ചെയ്യില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു സ്വയം ചെയ്തു വരുമ്പോൾ ഒരു തിങ്കിങ് ഉണ്ടാവുമല്ലോ. ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതുണ്ട്. അതൊക്കെ ക്വസ്റ്റ്യൻ സോൾവിങ് തന്നെയാണ് ഇത്. പിന്നെ എക്സാം സ്ട്രാറ്റജി. ഇപ്പോൾ കുറേ പേര് പഠിക്കാനുള്ള ടിപ്സാണ് കുറേ പേര് ചോദിക്കുന്നത്. പക്ഷെ ആക്ച്വലി പഠിക്കാനുള്ള ടിപ്പിനെക്കാട്ടിലും ഒരു ഇമ്പോർട്ടന്റ് എക്സാം സ്ട്രാറ്റജി ആണ്. കാരണം എക്സാമിന് ഇപ്പൊ ചിലപ്പോ ഒന്നും അറിയില്ല, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു സാധനം ഉണ്ട്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങോട്ട് പോകണം, അതിന് എക്സാം സ്ട്രാറ്റജി തന്നെ വേണം. ആ 3 hours അല്ലെ 6 hours നമ്മൾ ഫുൾ മൈൻഡിൽ ഇരിക്കണ്ടേ.
അഡ്വാൻസ് ആണെങ്കിൽ അതിന്റെ ഇടയിൽ കുറച്ച് സമയമുണ്ട്. ആ ടൈമിൽ നമ്മൾ ടെൻഷൻ അടിക്കരുത്, ചുറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് മൈൻഡ് ആക്കരുത്. അതൊക്കെ എക്സാം സ്ട്രാറ്റജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നമ്മൾ സിലബസ് പഠിച്ചു എന്ന് പറഞ്ഞാലും എക്സാമിൻ്റെ ആ ഒരു മെയിൻസ് ആണെങ്കിൽ ആ 3 മണിക്കൂർ, അഡ്വാൻസ് ആണെങ്കിൽ ആ 6 മണിക്കൂർ, ആ ടൈമിൽ എല്ലാം പുറത്തെടുക്കാൻ പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ മാക്സിമം എക്സാം എഴുതി ആ സാധനം പ്രാക്ടീസ് ആവണം. അപ്പോൾ പ്രശ്നമില്ലാതെ ചെയ്യാൻ പറ്റണം. കുറെ പേര് നല്ല രീതിക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഉറക്കമൊന്നും ഇല്ലാണ്ടിരുന്ന് പഠിക്കണവരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എക്സാം വരുമ്പോ പ്രശ്നം പറ്റുന്നു. അപ്പൊ അത് ഒരിക്കലും അപ്പൊ അഡ്വൈസബിൾ അല്ല. ചില സബ്ജക്റ്റിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളില്ലേ, അവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ചില സബ്ജക്റ്റിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നുള്ള ആളുകൾ. 3 സബ്ജക്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും വേണം, മിനിമം മാർക്കെങ്കിലും വേണം. അപ്പോൾ 3ലും ഇത് ചെയ്യുക. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ അപ്പോൾ ആ സബ്ജക്റ്റുകളിൽ നമുക്ക് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റും, കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റും, ടൈം പോകുന്ന അറിയില്ല. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള സബ്ജക്റ്റിന് ചെയ്യുക, കൂടുതൽ വർക്ക് ചെയ്യുക. മറ്റേ സബ്ജക്ട്സ് നമ്മൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അല്ല ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റില്ല. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കെമിസ്ട്രി സ്ട്രോങ് ആണെന്നോട്ട് കെമിസ്ട്രി മാത്രം പഠിച്ചിട്ട് വാട്ട് ഇഫ് കെമിസ്ട്രി ടഫ് ആയി പോയാൽ എക്സാം എങ്ങനെ വേണേലും വരാം, എങ്ങനെയോ ആവാം. അല്ല ശരിയാ, റിലേറ്റബിൾ ആ. കാരണം മാത്സ് ഒക്കെ ചെയ്യാനിരുന്ന പിന്നെ ഞാൻ അറിയുന്നില്ല ഇപ്പൊ എന്തുണ്ടാവുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റിനെ പറ്റി എല്ലാം ഞാൻ മറക്കുക. അത് ചെയ്യണ്ടല്ലോ. പിന്നെ ഇൻഓർഗാനിക് ഒക്കെ ആണിച്ചാ പിന്നെ തോന്നാനേ തോന്നില്ല. അത്യാവശ്യം കൂടുതൽ കണ്ടന്റ് ഉള്ളതല്ലേ. എല്ലാത്തിലും സ്കോറിംഗ് ആയ ഒരു സൈഡ് ഉണ്ട്. അപ്പൊ എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ സ്ട്രോങ്ങർ സബ്ജക്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം. അത് നമുക്ക് മെയിൻസിനും അഡ്വാൻസിനും ഗുണം ചെയ്യും. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കുറേ PYQs ചെയ്തിട്ടുണ്ട് എന്നല്ലേ? നിങ്ങൾക്ക് ഈ PYQs ഒക്കെ എവിടുന്നാണ് കിട്ടിയത്? സൈലത്തിൻ്റെ DPP ആണോ അതോ വേറെ ഏതെങ്കിലും പുസ്തകം ഉപയോഗിച്ചിട്ടാണോ? സൈലത്തിൻ്റെ DPPs നിന്ന് അങ്ങനെ PYQs ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ കാണും. പിന്നെ എക്സോസ്റ്റീവായിട്ട് തന്നെ എല്ലാ PYQയും അത് ഇന്ന ബുക്കുന്നില്ല, ഏതായാലും PYQ സാധനം കിട്ടിയാൽ മതി. എക്സോസ്റ്റീവായിട്ട് ചെയ്യാം, മെയിൻസ് ആയാലും അഡ്വാൻസ്ഡ് ആയാലും. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. അത് സമയം അനുസരിച്ച് പറഞ്ഞാൽ പോരാ, റിപ്പീറ്റ് ചെയ്യാം. പെട്ടെന്ന് പുതിയ സാധനങ്ങളൊക്കെ അപ്പോഴായിരിക്കും കാണും. സമയം അനുസരിച്ചാണ്. അതെ, കിട്ടണ പോലെ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ കൂട്ടുകാരും ടീച്ചർമാരും ഇപ്പോൾ യൂട്യൂബും ChatGPTയും ഇതൊക്കെ എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ ജെയിന് വേണ്ടിയുള്ള ബുക്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നരേന്ദ്രവസ്തി അങ്ങനെ കുറേ ബുക്കുകളൊക്കെ ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏത് ബുക്കുകളാണ് ശരിക്കും നല്ലത്? നിങ്ങൾ ചെയ്ത ഏത് ബുക്കുകളാണ്? അതിൽ ഏതാണ് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയത്? ഏത് ബുക്ക് എന്നതിനേക്കാൾ ഉപരി ഉള്ളതിനോട് ഒരു റിലീജിയസ് ആയിട്ട് വർക്ക് ചെയ്യാം, ഉള്ളത് ചെയ്ത് തീർക്കാം. ചാടി കളിച്ചിട്ട് ചിലപ്പോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു സംഭവം നന്നായിട്ട് തന്നെ ചെയ്തു പോവാ. ഇപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്യുക എന്നുള്ള ഇത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ PYQ ആണ് ചെയ്യണമെങ്കിൽ PYQ തറവായിട്ട് ചെയ്യാം, അങ്ങനെ ചെയ്തു പോവാം. അല്ലാതെ ഇപ്പോൾ കുറച്ച് ആ ബുക്കിൽ നിന്ന് പഠിച്ചു, കുറച്ച് ആ ബുക്കിൽ നിന്ന് പഠിച്ചു, അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കിട്ടില്ല, ആകെ അവിടെ ഇവിടെയൊക്കെ ആയി പോകും. പിന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഇന്നേക്ക് 300 ക്വസ്റ്റ്യൻ തീർക്കണം, അപ്പൊ ഇത് കിട്ടിയില്ല, അപ്പൊ തന്നെ ബാക്കിലേക്ക് നോക്കി, അതിന് അർത്ഥമില്ല. സമയം എടുത്ത് ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ കുറെ ഇപ്പോൾ ഓൾട്ടർനേറ്റ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക. അങ്ങനെ സമയം എടുക്കുക തന്നെ വേണം. കുറച്ചൊക്കെ തീർക്കാൻ വേണ്ടി തീർത്തിട്ട് ഗുണം പേഴ്സണലി തോന്നുന്നില്ല. ബുക്സ് PYQ മെയിൻ ഫോക്കസ് കൊടുക്കുക, പിന്നെ എക്സ്ട്രാ ബുക്സിലേക്ക് പോവുക. ഓക്കെ. നിങ്ങൾ ഏതൊക്കെ എക്സ്ട്രാ ബുക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഞാനങ്ങനെ അധികം എക്സ്ട്രാ ബുക്കുകൾ എന്ന് പറയാൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ PYQ ആണ് ചെയ്തത്. അത് ഏത് ബുക്കായാലും അങ്ങനെയൊന്നുമില്ല. PYQ ചെയ്യുക, ഡൗട്ട്സ് ഉള്ളവർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, കുറേ നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുക, ഫ്രണ്ട് ഗ്രൂപ്പിൽ അങ്ങനെ ചോദിക്കുക. അപ്പോൾ പല ആൾക്കാരുടെ വ്യൂ കിട്ടുമല്ലോ. നമ്മൾ കറക്റ്റ് ആൻസർ കിട്ടിയില്ലെങ്കിലും ആ ഒരു ട്രെയിൻ ഓഫ് തോട്ട് ആയിരിക്കും ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ്. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം. പിയർ ഗ്രൂപ്പ് അതായത് 40 പേരുണ്ട്, 40 രീതിയിലും ചിന്തിക്കുന്നതായിരുന്നു. ഒരിടയ്ക്ക് റിമെമ്പർ ഒരു എക്സാമിന് സാർ ഇങ്ങനെ ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ എത്ര പേർക്ക് കിട്ടി? അപ്പോൾ ഒരു 5 പേർക്ക് കിട്ടി. അത് നോക്കുമ്പോൾ ആ എക്സാമിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻ മാർക്കെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. വിച്ച് മീൻസ് നമ്മുടെ ക്ലാസ്സിൽ നല്ല സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല തോട്ട്സ് നമുക്ക് കിട്ടും, നമ്മൾ ഒരുമിച്ച് മെച്ചപ്പെടും.
കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ അപ്പുറത്തെ ആൾക്ക് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതെ, ടോക്സിക് ഫ്രണ്ട്സിന്റെ അതെ. കൺസെപ്റ്റ്. go for a healthy competition. നിങ്ങൾക്ക് ടോക്സിക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടോ? ആസ് ലൈക്ക് നമ്മളിങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ നിന്ന് അയ്യോ ഞാൻ 12 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തുള്ളൂ അങ്ങനെ നമ്മുടെ മനസ്സാകെ ഇതാക്കുന്ന ഉണ്ടോ? അല്ല അത് ഒരാൾക്കാർ ഇങ്ങനെ അവരുടെ പ്രോഗ്രസ് എങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എനിക്ക് പല ആൾക്കാർ എങ്ങനെയാണ് നിൽക്കണേ. ചില ആൾക്കാർ പറയണ കേട്ടാൽ നമുക്ക് റിലീഫായിരിക്കും, ചില ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തിയില്ല എന്നുള്ളതായിരിക്കും. പക്ഷേ നമ്മളെ ഒരു പ്ലാൻ ഉണ്ടാവുക, അതിനനുസരിച്ച് പോവുക. അധികം കമ്പാരിസൺ അതിൽ കാര്യമില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. സ്ട്രോങ് ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില ടോപ്പിക്കുകൾ സ്ട്രോങ് ആയിരിക്കും, അപ്പോൾ അവരെടുത്ത് വയ്ക്കുക. അപ്പോൾ അവർക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തിങ്ക് ചെയ്യുമായിരിക്കും ചിലപ്പോൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഞാൻ കുറേ ഭാഗത്തുനിന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ IIT ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒളിമ്പ്യാഡിൻ്റെ റെലവൻസ് എന്താണ്? ഒളിമ്പ്യാഡ് ഇപ്പോൾ മാത്സിനെ നോക്കുകയാണെങ്കിൽ എനിക്ക് മാത്സിനെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. ഞാൻ IOQM എഴുതിയിട്ടുണ്ടായിരുന്നു, ഹയറിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ +2 എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ നമ്പർ തിയറി, കോമ്പിനറ്റോറിക്സ് അതുപോലത്തെ സാധനങ്ങളാണല്ലോ, പ്രീ കാൽക്കുലസ് ഇതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ആ ടോപ്പിക്സും മെയിൻസിനും അഡ്വാൻസിനും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അത് ബേസിക്കലി ഈക്വൽ വെയിറ്റേജ് അല്ല, നല്ല ഇത് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ആ സബ്ജക്ട്സ് സ്ട്രോങ് ആണെങ്കിൽ അഡ്വാൻസിലും മെയിൻസിലും സ്കോർ ചെയ്യാൻ പറ്റും. ഒളിമ്പ്യാഡ് ഞാനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഈ ഒരു സംഭവം തന്നെയാണ്, തിങ്കിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻസിനാണ് ശരിക്കും അത് ഹെൽപ്പ് ചെയ്യുക. ഒളിമ്പ്യാഡ് ലെവൽ സ്കില്ലുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അഡ്വാൻസ്ഡ് ഒക്കെ കുറച്ചും കൂടെ സുഖമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒളിമ്പ്യാഡ് ലെവൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് അതൊരു ലൈഫ് ലോങ് അസറ്റുമാണ്. നമുക്ക് എല്ലാ കാലത്തും ആ ഒരു തിങ്കിങ് ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പോൾ ബാക്കി ഇനി IIT ചെന്ന് കഴിഞ്ഞാൽ അത് ഗുണം തന്നെ ചെയ്യും. ഒരു സ്കിൽസ് ആണ്. ഞാനിപ്പോൾ IOQM എഴുതിയിട്ട് ആർമോയിലേക്ക് ചെന്നിട്ടുണ്ട്, പക്ഷെ ആർമോൻ്റെ ബിയോണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ശരിയാണ്, ഞാൻ PYQസും ആർമോൻ്റെയും ക്വസ്റ്റ്യൻസ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലെവല് ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഈ അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ ചോദ്യങ്ങൾ അഡ്വാൻസിനെ പോലെ തന്നെ. പക്ഷേ ഒരു വലിയൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഈ ബോർഡ്സും നിങ്ങളുടെ എൻട്രൻസും നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? രണ്ടും സെയിം ടോപ്പിക്സ് ആണ് എന്ന് പറഞ്ഞാലും മെയിൻസിനും ഫുള്ള് ചെയ്ത് ആൾക്കാർക്ക് ബോർഡിനും പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൽ അപ്പോൾ ബോർഡിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്കിൽസ്, ഇംഗ്ലീഷിൽ ഇത് ചെയ്യാനുള്ള ആ സ്കിൽസ്, അതൊക്കെ നമുക്ക് ഉള്ള ആൾക്കാർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാത്തവർ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണം. എന്നാലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അപ്പോൾ നമുക്ക് മെയിൻസിൽ എത്ര പെട്ടെന്ന് എങ്ങനെ ആൻസറിലേക്ക് എത്തുക, മാത്സിലേക്ക് അങ്ങനെയാണല്ലോ. പക്ഷേ ബോർഡിന് അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ NCERT ഫോളോ ചെയ്യുന്നതൊക്കെ മെയിൻസിനും അല്ലെങ്കിൽ അഡ്വാൻസിനും ഹെൽപ്പ് ചെയ്യും, നമ്മൾ ബോർഡ്സിനും ഹെൽപ്പ് ചെയ്യും. ഞാൻ ബോർഡ്സിനായിട്ട് ഇത് മാക്സിമം PYQ തന്നെ ചെയ്തത്. ഞാൻ ബോർഡിൻ്റെ ലാസ്റ്റ് PYS നോക്കി, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആയി. ഇത് നമ്മൾ ഇവിടെ കണ്ട പോലെ തന്നെ, പക്ഷെ നമ്മൾ കുറച്ച് പൊലിപ്പിച്ച് എഴുതി കൊടുക്കണം, പ്രോപ്പറായിട്ട് എഴുതി കൊടുക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസ് അത്ര ഓടായിട്ട് തോന്നില്ല. ഇന്റഗ്രൽസ് ഒക്കെ ആണെങ്കിൽ സുഖമായിട്ടുള്ള, പക്ഷെ ഈ ബോർഡിന്റെ മാർക്കിംഗ് സ്കീം നോക്കുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അടക്കം ഒരു അരമാർക്കൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ അത് ബോർഡിന് എങ്ങനെ മാർക്ക് കിട്ടണം എന്നുള്ളത്. ഇപ്പൊ കുറെ ജയിക്കാർക്ക് ബോർഡ് മതിയില്ലോ, പക്ഷെ അങ്ങനെ നമുക്ക് പുച്ഛിച്ച് തള്ളാൻ പറ്റിയൊരു സാധനം അല്ല ബോർഡ്. ബോർഡിന് പ്രാധാന്യം വേണം. അതിന് സൈഡത്തിന്റെ മെറ്റീരിയൽസ് അത്യാവശ്യം ബോർഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു അവര്. ബോർഡിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഓരോ കൊല്ലം സ്ട്രാറ്റജി മാറി മാറി വരികയാണ്. ബോർഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത് സെയിം സിലബസ് ആണല്ലോ, അപ്പൊ അത് നമുക്ക് അത് വലിയ ഇഷ്യൂ വരുന്നില്ല. പിന്നെ CS-ഉം ഇംഗ്ലീഷൊക്കെ അതൊന്നും തലേദിവസം ഇരുന്ന് ആക്കാന്നുള്ളതിൽ ഒരിക്കലും നടക്കൂല. ഐ മീൻ കമ്പ്യൂട്ടറൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ നമുക്ക് ഒരു +1 ലെവലിൽ ഇപ്പോൾ പൈത്തൺ ആണല്ലോ CBSE ഇതിൽ. അപ്പോൾ ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും, കവറപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ തിയറി പാർട്ടുകളുണ്ട്, അത് പഠിക്കാൻ വേണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൈത്തൺ പിന്നെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള കാര്യം അതെ തന്നെയാണ്. അതെ, ഏതായാലും ഇപ്പോൾ നമ്മളിപ്പോൾ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിലും ഏത് സ്ട്രീം എടുത്താലും കോഡിങ് സ്കിൽസും ഇതെല്ലാം യൂസ്ഫുൾ ആണ്.
നമുക്ക് ഇപ്പം ലാംഗ്വേജിനൊക്കെ ആ സ്കില്ല് തിങ്കിങ് ഇത് വേണമല്ലോ, ഒരു കോഡ് എഴുതാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒക്കെ ആവശ്യമുള്ള സാധനം തന്നെ. വെറുതെ കോഡ് എക്സാമിന് എഴുതി തള്ളിയെന്ന് മാത്രമല്ല, ആവശ്യമുള്ളത് തന്നെ. ഒഴിവാക്കി വിടണ്ട, പാരലലി എപ്പോഴെങ്കിലും ഒക്കെ നോക്കി പോയിക്കോളൂ. എങ്ങനെ റാങ്ക് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുക അങ്ങനത്തെ സിസ്റ്റം വെച്ചാൽ ശരിയല്ലേ? ഇപ്പോൾ ചിലവർക്ക് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ, ചിലവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ. കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സിലബസ് മാത്രമേ നമുക്ക് ചെയ്യാം. പേപ്പർ എങ്ങനെ വേണമെങ്കിലും വന്നാലും പേപ്പർ എന്ത് വേണമെങ്കിലും ആവട്ടെ, ശരിയാണ്, നമുക്ക് ചെയ്യാവുന്ന ഇത് ചെയ്യാം. ഓവർ റാങ്കിനെയൊക്കെ പറ്റി പഠിക്കുന്ന സമയത്ത് ബോധേഡായ പിന്നെ എക്സാം ടൈമിൽ ആ ടെൻഷൻ കയറി വരും. അയ്യോ ഒരു 100 മാർക്ക് വേണം, 200 മാർക്ക് വേണമല്ലോ എന്നൊക്കെ ടെൻഷൻ. വേണ്ട, വാട്ട് ഇഫ് ദി എക്സാം ഇസ് ലോ സ്കോറിംഗ്, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരു മാർക്ക് മനസ്സിൽ കണ്ടിട്ട് എക്സാം എഴുതാൻ പോരുത്. എക്സാമിന് ഒരു നമ്മളിപ്പോൾ ഒരു എഴുതുന്ന അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ മാത്രം കണ്ട് ചെയ്യാം. ഒരു ഇന്ന മാർക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പോകരുത്. നമ്മുടെ മുന്നിലുള്ള ടൈമർ നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം, ഓക്കെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തെടുത്ത് പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ജെ അഡ്വാൻസ്ഡ് സാർ പറഞ്ഞപ്പോഴാണ് അത് ശരിക്കും ഈ ജെ അഡ്വാൻസ്ഡ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം മാച്ചിങ് ഓഫൻ സിമ്പിൾ ആയിട്ട്. പക്ഷെ ഈ മാച്ചിങ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലാസ്റ്റ് കൊണ്ടേ വെക്കാം. നമ്മളാണെങ്കിൽ സിംഗിൾ കറക്റ്റ്, മൾട്ടിപ്പിൾ കറക്റ്റ് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അവിടേക്ക് എത്താൻ തന്നെ നമുക്ക് മൂടുണ്ടാവും. അപ്പോൾ ഈ ഷുവർ ഷോട്ട് 4 മാർക്സ് ആണ് നമ്മൾ കൊണ്ടുപോയി കളയണേ. അല്ല, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആദ്യം കാണുമ്പോൾ ഓക്കെ മാച്ചിങ് ഉണ്ട്, കിട്ടാൻ സാധ്യതയുണ്ട്, ഓഫൻ നെഗറ്റീവ് ഉണ്ടാവാറില്ല മാച്ചിങ്, അപ്പൊ നേരെ അങ്ങോട്ട് പോയി അത് സോൾവ് ചെയ്തു. ഈ ടോപ്പേഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അല്ലാണ്ട് ടോപ്പേഴ്സ് ഫുൾ സിലബസ് അരച്ചിറക്കി പഠിച്ചവരാവണമെന്നില്ല. അവർക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീൽ ചെയ്യണം എന്നറിയാം. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ടഫ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ നേരെ ഇരിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ഇരുന്ന് കുറേ നോക്കി പല രീതിയിൽ നോക്കി ചെയ്യണം. എക്സാമിന്റെ സമയത്തില്ല, ഐഡിയ കിട്ടിയില്ല വിടുക. അതെ, ഈ എക്സാം സ്ട്രാറ്റജി ഒക്കെ ഇങ്ങനെ കുറെ മോക്ക് ടെസ്റ്റ് എഴുതിയാലൊക്കെ കിട്ടുള്ളൂ. പിന്നെ ചെയ്തവരുടെ ഒരു ഇമ്പോർട്ടൻസും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയുള്ള സ്ട്രാറ്റജീസിൽ പറഞ്ഞാൽ എന്തായിരുന്നു വെച്ചാൽ നമ്മൾ 3 പ്രാവശ്യം പേപ്പറിനെ സ്കാൻ ചെയ്യണം. ആദ്യത്തെ പ്രാവശ്യം ഈസി നമുക്ക് ഇതപ്പം ചെയ്യാൻ കിട്ടുന്നുള്ള ഒരു ചോദ്യം കാണുമ്പോൾ അതപ്പം തന്നെ ചെയ്ത് വയ്ക്കുക. ഹാർഡായിട്ടുള്ള മീഡിയം ആയിട്ടുള്ള ചോദ്യങ്ങൾ വിടുക. പിന്നെ മീഡിയം, പിന്നെ ഓക്കെ ചെയ്യാൻ കിട്ടില്ല എന്ന് നമുക്ക് ആദ്യം തോന്നിയിട്ടുള്ള ചോദ്യങ്ങൾ. അങ്ങനെയാണ് നല്ല എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിലാണ് ചെയ്യണത്. ഇങ്ങനെ സർഫേയിൽ എളുപ്പമല്ല. അപ്പൊ നോക്ക ഓക്കെ പറ്റുണ്ട് ചെയ്യാ, ഇല്ലെങ്കിൽ വിടാ. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന പോലെയല്ല, കമ്പ്യൂട്ടറിൽ കാണുന്നത് അത് പ്രാക്ടീസ് തന്നെ വേണം. CBTC ചെയ്യാം. നിങ്ങൾ സൈലത്തിൽ എത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്? CBTC ചെയ്തിട്ടുണ്ടോ? കൗണ്ട്ലെസ്. അയ്യോ, എണ്ണം പറയാൻ പറ്റില്ല, എത്രയോ ചെയ്തിട്ടുണ്ട്. അതേ സെന്ററിൽ തന്നെ പരീക്ഷ ഞാൻ ഒരു എക്സാം എഴുതിയത് ഇവിടെ കോഴിക്കോട് തന്നെയുള്ള സെന്ററിലാണ്. അവിടെ തന്നെ എക്സാം ഞാൻ മോക്ക് എഴുതിയിട്ടുണ്ട്. സെയിം സ്ഥലത്ത് തന്നെ ഇരുന്ന് JU മെയിൻസ് എഴുതിയിട്ടുണ്ട്. അതെ അതെ, അത് സറൗണ്ടിങ്സ് നമുക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്ന തന്നെ ഒരു നല്ല സംഭവം തന്നെയാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ ആ പേപ്പർ കിട്ടിയ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? ഇത്രയും ഒരു എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഫിസിക്സ് ആണ് എനിക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ കെമിസ്ട്രി പിന്നെ ഒക്കെ ചെയ്യാം എന്നുള്ളതിലും മാത്സ് ആണ് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് തോന്നി. അത് അത്രയും പ്രിപ്പറേഷൻ ചെയ്തേക്കുന്നത് മാത്സിലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ മാത്സ് നിന്ന് തുടങ്ങി. മാത്സ് ആയിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ ഇതൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഫോർമുല, അഡ്വാൻസിൻ്റെ ഫോർമുല പോലത്തെ സാധനം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പിന്നെ നല്ല കോൺഫിഡൻസ് ആയി, അത് ചെയ്തു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിരുന്നു, വിട്ടു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു, അങ്ങനെ പോയി. പിന്നെ ആ ലാസ്റ്റ് വിട്ട ക്വസ്റ്റ്യൻ ഒന്നും കൂടി വന്ന് രണ്ടാമത് ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. കാര്യമായിട്ട് ജെ അഡ്വാൻസിന് ഒന്നാമത്തെ മാത്സ് ചോദ്യം ഫോർമുല ആയിരുന്നു. അതെ, ഫോർമുല ബേസ് എന്ന് പറഞ്ഞാൽ വെറും ഫോർമുല അല്ല. അതെ അതെ, അങ്ങനത്തെ ടൈപ്പ്. ഞാൻ 2026 പേപ്പർ നോക്കിയിട്ടില്ല, പക്ഷെ അല്ല അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിക്കും. പിന്നെ ഒളിമ്പിയാഡ്സ് ഇതേ സ്ട്രാറ്റജി തന്നെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ IOQM കാര്യം പറയുകയാണെന്ന് വെച്ചാൽ തന്നെ ആദ്യത്തെ 10 ചോദ്യം ഇപ്പോൾ ഒരു വളരെ ഈസി ആക്കി വിടുന്നുണ്ട്. ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻസിൽ മാത്രമേ ഞാൻ കുറച്ച് സ്കോർ ചെയ്തോളൂ. പിന്നെ പ്രീവിയസ് ഇതിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. 2023 എഴുതിയത്? 24.
24 അതോ 25 25-25ലാണ് ഇത്. അതും എക്സ്പീരിയൻസിന് വേണ്ടി എഴുതിയതാണ്. ഞാൻ IOQM പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ മാത്സിലെ ക്വസ്റ്റ്യൻ കിട്ടുക, എങ്ങനെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നുള്ള എൻ്റെ ഒരു ഇവാലുവേഷൻ വേണ്ടി ഞാൻ വെറുതെ എഴുതിയതാണ്. ഓഫൺ ഈ ഒളിമ്പിയാഡ്സ് ഒക്കെ ടോപ്പ് ചെയ്യണവർ അഡ്വാൻസിനും ടോപ്പ് ചെയ്യാറുണ്ട്. നമുക്കൊരു ഏർലി എക്സ്പോഷർ ആയി നല്ല സംഭവമാണ് ഒളിമ്പിയാഡ്സ്. പിന്നെ ഈ IOQM 3ാമത്തെ ലെവൽ ഉണ്ടല്ലോ, INMO, അത് പാസ്സായ സീറ്റുകൾ IIT കാൺപൂർ, അത് പക്ഷെ അതൊരു ലോങ് ഷോട്ടാണ് കിട്ടുന്ന ഒരു അധികം. അതിനുവേണ്ടി പോവാ ഇറാഷണൽ ആയിരിക്കും സത്യം. ഒരു മെയിൻ ചോദ്യം, നമ്മൾ ഈ മോക്കുകളൊക്കെ എഴുതുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ റാങ്കുകൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് എൻ്റെ റാങ്കുകൾ ഇപ്പം എന്നെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രാവശ്യം 4ാമത്തെ റാങ്കായി, പിന്നെ 3ാമത്തെ റാങ്കായി, പിന്നെ 14ാമത്തെ റാങ്കായി, ഇപ്പം 8ാമത്തെ റാങ്ക്, അങ്ങനെ ഇതായിക്കോട്ടെ. ആ സമയത്ത് നമുക്കൊരു ഡിമോട്ടിവേഷൻ തോന്നില്ല, എന്നെ കൊണ്ട് ഇതൊക്കെ നടക്കുന്ന പരിപാടിയാണോ? ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ പേരൻസിന് മാർക്ക് ലിസ്റ്റ് അയച്ചിടും. പേരൻസ് ആണെങ്കിലും ഞാനാണെങ്കിൽ താഴേന്ന് നോക്കി തുടങ്ങാം റാങ്ക് ലിസ്റ്റ്. താഴേന്ന് നോക്കി മുകളിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ ഓഫൺ താഴേന്ന് തന്നെ ആയിരിക്കും. മുകളിലാണെങ്കിൽ സന്തോഷം, താഴെയാണെങ്കിൽ വിഷമം ചെറുതായിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരുപാട് വിഷമിക്കാനോ സന്തോഷിക്കാനോ പാടില്ല. ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോകണം. ഓക്കെ, നമ്മൾ എഫേർട്ട് ഇട്ടു, മാർക്ക് കുറയാന്നുള്ളത് ഒരു ഫെയിലിയർ അല്ല, കുറയാന്നുള്ളത് യെറ്റ് അനദർ മൈൽസ്റ്റോൺ. അപ്പോൾ ബെറ്റർ ആക്കാൻ നമുക്ക് കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസ് കയ്യിൽ കിട്ടിയില്ലോ. ഇനി അത് പ്രാക്ടീസ് ചെയ്യാം, അതിന് മെച്ചപ്പെടാം. അതായത് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിയാണ്, ഡൗൺ ആവും. പക്ഷെ അപ്പോൾ പേരൻസും ടീച്ചേഴ്സിനോടൊക്കെ അഡ്വൈസ് സീക്ക് ചെയ്യുക. അപ്പോൾ ടീച്ചേഴ്സിനോടാകുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സർ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ അവർ നമ്മളോട് തന്നെ ചോദിക്കുക എന്താണ് എക്സാം ടൈമിലാണോ പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ കോൺസെപ്റ്റ് എടുത്തത് മനസ്സിലാവാത്തതാണോ പ്രശ്നം. അപ്പോൾ അത് ഈച്ച് ടൈം മാർക്ക് കുറയുമ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. അല്ലാണ്ട് മാർക്ക് കുറഞ്ഞു അപ്പം ഇനി JEE അഡ്വാൻസ്ഡ് എനിക്ക് മാർക്ക് ഉണ്ടാവില്ല അതൊരിക്കലും വിചാരിക്കരുത്. എനിക്ക് JEE അഡ്വാൻസ്ഡ് മുന്നേ വരെയുള്ള മോക്കുകളിൽ ഉണ്ടായ മാർക്കേ ആയിരുന്നില്ല JEE അഡ്വാൻസ്ഡ് വന്നപ്പോൾ. അതൊന്നും ഫാർ ഡിഫറെൻ്റ് ആയിരുന്നു. ഇതൊന്നും അല്ല കാര്യം. ഫൈനൽ ആ ഒരു എക്സാമാണ് കാര്യം. അതുവരെയുള്ള എല്ലാ സാധനങ്ങളും ജസ്റ്റ് ഒരു പ്രാക്ടീസ് ആയിട്ട് എടുക്കുക, അതിൽ ഡിമോട്ടിവേറ്റഡ് ആവാതെ നോക്കുക. അത് പിന്നെ ശരിയാണല്ലോ. കാരണം ഈ മോക്കൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലൈറ്റ് ആയിട്ട് ഓക്കെ നമ്മൾ ചെന്ന് ഒരു സിമ്പിൾ പരീക്ഷ എഴുതുന്നു, ഇത് എവിടെയും കൗണ്ട് ചെയ്യാനുള്ള രൂപത്തിൽ നമ്മൾ ചെന്ന് എഴുതുകയും ചെയ്യും. അത് ശരിയാ. അങ്ങനെ കുറെ പേര് അങ്ങനെയല്ലേ, അങ്ങനെ ചെന്ന് എഴുതുന്നു. പക്ഷെ ഈ റിയൽ ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്കൊരു അഡ്രിനലിൻ കയറും. അത് ശരിക്കും. പക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ബാക്കിലുണ്ടാവും ഇത് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോണില്ല, ഈ മാർക്ക് വെച്ചിട്ട് ആർക്കും ഒന്നും കിട്ടാൻ പോണില്ല. പക്ഷേ എന്താ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തന്നെ നോക്കുക. അപ്പം മെയിൻ എക്സാമിലും ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്നുള്ള ഇതിൽ നോക്കുക. നമുക്കിനി കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങൾ കേൾക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് എന്നെ കൊണ്ടൊന്നും നടക്കില്ല, ഞാൻ എന്തിനാ ഇവിടെ വന്നിട്ട് എൻ്റെ 2 വർഷം വെറുതെ വീട്ടിലിരുന്ന് ഇനിയും കുറേ കാര്യങ്ങൾ കിട്ടില്ല? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ ഈ ഇങ്ങനെ എക്സാംസ് ഉണ്ടാവുമല്ലോ, എക്സാംസിലൊക്കെ ടുവേർഡ്സ് ദ ബോട്ടം ആയിരുന്നു തുടക്കത്തിൽ. അപ്പോൾ എസ്പെഷ്യലി മാത്സ് തുടക്കത്തിൽ ഇന്നിപ്പോൾ ഫസ്റ്റത്തെ +1 ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയൊക്കെ അത്യാവശ്യം എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണല്ലോ. അപ്പോൾ അതിലൊക്കെ മാർക്ക് ഉണ്ടാവും. ഫിസിക്സിൽ ആദ്യത്തെ ചിലതൊക്കെ മാർക്ക് ഉണ്ടാവും. മാത്സ് തീരെ മാർക്കില്ല, ഒരു വകയ്ക്കും റെഡി ആവുന്നില്ല. പിന്നെ പക്ഷെ എന്താ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, സാറ് തരുന്നതുണ്ട്, പക്ഷെ മാർക്ക് അധികം ഇതാവുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൂടി പിന്നെ ഒരിടയ്ക്ക് ആയപ്പോൾ പിന്നെ അതെ അത് തന്നെ സെയിം ഒരു 50-ൽ 20 മാർക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. പിന്നെ അതൊന്നും ഇങ്ങനെ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഫുള്ള് ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ഫുൾ മോക്കുകളിലേക്ക് വരുമ്പോൾ ഓരോന്നിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. അങ്ങനെ ഈ ഇതിൽ ബെറ്ററായിട്ട് ചെയ്തു, അങ്ങനെ ബെറ്ററായി, അങ്ങനത്തെ ഒരു കോൺഫിഡൻസിൽ പോവുക. ആദ്യമൊക്കെ ഭയങ്കര കുറവുണ്ടാവും, പക്ഷെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു വലിയൊരു ട്രാൻസിഷൻ നടക്കല്ലേ ഇപ്പോൾ വീട്ടിലൊക്കെ, വീട്ടിൻ്റെ സുഖങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിലേക്ക് വരുന്നത്, അപ്പോൾ അതൊക്കെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തു? ഇപ്പോൾ മീ പേഴ്സണലി ഞാൻ മുന്നേ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അതിൻ്റെ ശീലം കാരണം എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്ത്? ഫസ്റ്റ് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഇവിടെ ആയിരുന്നു. അപ്പോൾ അത് സ്ട്രെസ്ഫുൾ ആണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൻ്റെ ഫണ്ടുകൾ ഉണ്ടാവും നമുക്ക്, പക്ഷെ നമ്മൾ ഒരു ഡ്രീം മുന്നിൽ കണ്ടിട്ടാണല്ലോ വന്നത്. എന്തൊക്കെ
അതൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡിമോട്ടിവേറ്റിംഗ് ആയ പല ഇൻസിഡൻസ് ഉണ്ടാവുമ്പോഴും ഓക്കെ ഞാൻ വന്നത് ഇതിനാണ്, അത് നേടാൻ വേണ്ടിയിട്ട് എൻ്റെ മാക്സിമം കൊടുക്കും എന്നുള്ളൊരു ഇത്. ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ബട്ട് ആക്ച്വലി സൈലം ഹോസ്റ്റൽസ് കുറേ കൂടെ ഫ്രണ്ട്ലി ആയിരുന്നു. മെന്റേഴ്സും വാർഡൻസും ആണെങ്കിലും ഒട്ടും നമ്മളെ ഫോഴ്സ് ചെയ്യൊന്നും ചെയ്യില്ല. അവര് പരമാവധി ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പോൾ ഓക്കെ അവർക്ക് നമ്മളറിഞ്ഞ് മനസ്സിലാക്കി തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന മെന്റേഴ്സും വാർഡൻസും ഉണ്ടായിരുന്നു. റൂംമേറ്റ്സ് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പോലും നമ്മൾ അത് മെല്ലെ മെല്ലെ ഡീൽ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് ഗ്രൂമിങ് ആണ്. ഫ്യൂച്ചറിലേക്കുള്ള ഒരു സംഭവമാണ്, ബെറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പേഴ്സണലി എനിക്ക് ഹോസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പിയർ ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷൻസ് അങ്ങനത്തെ ഇതിലാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത്. ബാക്കി പ്രശ്നങ്ങളുണ്ടാവും, ഓബിയസ്ലി ഇതുണ്ടാവും. ഞാൻ കുറച്ച് നാളായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തിൽ ഒരു മെയിനായിട്ടുള്ള അല്ലാത്ത സമയമൊക്കെ ഫുൾ ക്ലാസ് എന്നുള്ളതായിരുന്നു. അല്ലാത്തൊരു ഉച്ച വരെ ക്ലാസ്, പിന്നെ അത് കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റഡി ടൈം പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലുണ്ടായിരുന്നു. അപ്പോൾ എക്സാംസ് ഉണ്ടാവും. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യുക, ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുക. നമ്മളെ തെറ്റ് മാത്രമല്ല മറ്റുള്ളവരെങ്ങനെ അത് തെറ്റിച്ചു എന്നുള്ളത് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ആ മിസ്റ്റേക്ക് തന്നെ നമ്മുടെ ഇതിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ പഠിക്കും. അതൊരു നല്ല ഇതായിരുന്നു എനിക്ക്. വളരെ ഭാഗ്യമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സൈലം ഹോസ്റ്റൽസിൽ എല്ലാവരും ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്. എല്ലാവരുടെയും അങ്ങനെ ആവണമെന്നില്ലല്ലോ. പിന്നെ ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഒരു കോൺട്രവേഴ്ഷ്യൽ സൈഡിലേക്ക് അങ്ങോട്ട് കയറാം. നിങ്ങളെ പഠിപ്പിച്ചതിൽ വെച്ച് സൈലത്തിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർമാരാരാണ്? ഇക്ബാൽ സാർ, മാത്സ് ഇക്ബാൽ സാർ തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ്. നമ്മൾ ലാസ്റ്റ് വരെ തന്നെ നമ്മളെ കൂടെ നിന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലാസ് എടുത്തേക്കുന്ന ഇക്ബാൽ സാറായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുക. അതെ, നമ്മൾക്ക് എക്സോഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഒരാൾ കേൾക്കണം. സാറ് 50 ആൾക്കാർക്കൊക്കെ ക്ലാസ് എടുക്കണം. അപ്പോൾ അത്രയും എക്സോസ്റ്റഡ് ആയിട്ട് സാറ് അത്ര സുഖമില്ലാതെ നിന്നിട്ട് വരെ നമ്മളൊക്കെ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അത് ശരിയായി. അല്ല, സാറിനിപ്പോൾ എന്തോ ഒരു വയ്യായ്മ ഉണ്ട്, എന്നിട്ടും അല്ല ഇപ്പം ഉണ്ട്, ഇപ്പോൾ എന്തോ ഒരു വയ്യായ്മ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. ആൻഡ് പേഴ്സണലി എനിക്ക് ഇക്ബാൽ സാറെ കുറച്ച് മുന്നേ അറിയാം. എനിക്ക് ഇക്ബാൽ സാറെ അത്ര ഇഷ്ടമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജെയിൻ്റെ സംഭവം എന്താണെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നെ ഇക്ബാൽ സാർ. ഞാൻ വിചാരിച്ചു ജെയ് എന്തോ 12ാം ക്ലാസ്സിൻ്റെ ബോർഡ് എക്സാമിൻ്റെ കൂടെ എഴുതുന്ന പരീക്ഷയാണ്. ശരിക്കും എനിക്കും ഇങ്ങനെ പ്രത്യേകിച്ച് ക്ലൂ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പം പാരൻസ് പറഞ്ഞ ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് അങ്ങനെ. പക്ഷെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ മനസ്സിലാവുന്നത് ടീച്ചേഴ്സ് പറഞ്ഞിട്ടാണ്. സാറ് പറഞ്ഞ് കൊതിപ്പിച്ചിട്ടാണ് ആ ഒരു IIT സ്വപ്നം ഞങ്ങൾക്കൊക്കെ കൂടിയത്. സാർ ഇങ്ങനെ അതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഇമേജ് ഉണ്ടാക്കി. നമ്മള് ഡ്രീം ചെയ്യാത്തൊരു സാധനം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സാർ ആ ഡ്രീം ഉണ്ടാക്കി തന്നു. സിലബസ് മാത്രമല്ല സാർ ചെയ്തത്. ഐ മീൻ എനിക്കിപ്പോൾ ചെറുപ്പത്തിലേ അറിയാവുന്ന കാര്യം, എൻജിനീയർ ആവാന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇത് ബെസ്റ്റ് ആവണം, അല്ലെങ്കിൽ യു ആർ ദ വേസ്റ്റ്. ഞാൻ ഇമാജിൻ ചെയ്തത് ഓക്കെ ഇങ്ങനെ ചെയ്യുന്നുള്ള പരീക്ഷ ഉണ്ട്, എഴുതിയിട്ട് വല്ല നാട്ടിലത്തെ ഗവൺമെൻറ് കോളേജൊക്കെ പോയിട്ട് 4 കൊല്ലം അടിച്ചു പൊളിക്കാനല്ല, ഈ 2 കൊല്ലം പണിയെടുത്താൽ 4 കൊല്ലം കൊണ്ട് കുറേ കൂടെ റിഗ്രറ്റ് ഇല്ലാതെ ചെയ്യാം. 2 ഇയേഴ്സ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നീ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അതിന് ഈ കോച്ചിങ് ഹെൽപ്പ് ചെയ്യും. ഐ മീൻ ഈ IIT എന്നൊക്കെ പറയുക വെച്ചാൽ ഞാൻ കേട്ടതിൽ വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വാതിലുകളും തുറന്നു തരുന്ന ഒരു സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞങ്ങളുടെ ടീച്ചർമാരൊക്കെ ഞങ്ങൾക്ക് അതാണ് പറഞ്ഞു തരിക. നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് പോകണോ, നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് പോകാം. നിങ്ങൾക്ക് വേറെ ഏത് ഫീൽഡിലേക്ക് പോകണോ, നിങ്ങൾ അങ്ങോട്ട് പോകാം. അങ്ങനെയുള്ള ഒരു സംഭവമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വേൾഡ് വൈഡ് കണക്ഷൻസ് ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥലമായിരിക്കും അലുമിനി നെറ്റ്വർക്ക്. IITസിന് അതിൻ്റെതായ അലുമിനി നെറ്റ്വർക്ക്സ് ഉണ്ടാവും. അവരുടെ ഒക്കെ കണക്ഷൻസ് ഈ പറഞ്ഞ പോലെ വേൾഡ് വൈഡ് ഇതൊക്കെ ആയിരിക്കും. അവര് തന്നെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് പിള്ളേരെ എടുത്തുകൊണ്ട് പോകുന്ന സമയങ്ങളുണ്ട്. നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ ബിസിനസ് എന്ത് വേണമെങ്കിലും തിരിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ. ഇപ്പോ നമ്മള് എപ്പോഴും പറയണതൊക്കെയാണ്, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറിയവര്, ഫിലിം മേക്കിങ്ങിലേക്ക്, അല്ലാണ്ട് വലിയ സ്റ്റാർട്ടപ്പിലേക്ക് പോയവര്, പോളിറ്റിക്സിലേക്ക് കയറിയവര്, എന്തൊക്കെയാ ഇത് വേഴ്സറ്റൈൽ നേച്ചറാണ്. ശരി, അപ്പം നമ്മുടെ ഫാക്കൽറ്റീൻ്റെ തന്നെ നമ്മുടെ ആചാര്യ സാറിൻ്റെ ജൂനിയറാണ് ഈ പ്രദീപ് ബനിവാൾ.
നമ്മുടെ നാവിഗേറ്റർ സീരീസ് എഴുതിയ ആള്. അതെ, ഈ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വന്നവര്. അലംനൈ നെറ്റ്വർക്ക് ഒരു സംഭവം തന്നെയായിരുന്നു. സോ നിങ്ങൾ ഇതുവരെ IIT ക്യാമ്പസിൽ പോയിട്ടില്ല, പോകാൻ പോകുന്നേ ഉള്ളൂ. അതെ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, എനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. ഞാനും സ്വപ്നം കാണുന്ന കാര്യമാണ്, നിങ്ങൾക്ക് കിട്ടിയത് നല്ലതാണ്. സോ ഇനിയും കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ടാവും, പക്ഷേ ഐ ഹോപ്പ് ഞാൻ കുറച്ചെണ്ണമെങ്കിലും കവർ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, നമുക്ക് പിന്നെയും കാണാം.